This news is brought to you by Lakshmi Home Appliances, Village Office in the സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHO ക്ലിൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. മയക്കുമരുന്ന് ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ബന്ധങ്ങളെയും തകർക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. യുവാക്കളെ ലക്ഷ്യമിട്ട് നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചും പ്രലോഭനങ്ങളെക്കുറിച്ചും സംസാരിച്ച അദ്ദേഹം സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ ഉടൻ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു. സിവിൽ പോലീസ് ഓഫീസർ ജോമിഷ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജോബി ജോൺ സ്വാഗതവും സജീഷ് ടി മാത്യു നന്ദിയും രേഖപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഏറ്റവും കൂടുതൽ ഏത് വലയിലേക്കും വീഴാൻ സാധ്യതയുള്ള ഒരു പ്രായമാണ് നിങ്ങളുടേത്. ആ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരുന്നതിനും ഈ വഴിയിലൂടെ നടന്നാൽ നിങ്ങൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തരുന്നതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ടീച്ചർ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് പോലീസ് വിഭാഗത്തിൽ നിന്ന് കാണിച്ച താല്പര്യത്തിന് അദ്ദേഹത്തിന് പ്രത്യേക നന്ദി പറയുന്നു. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ടീച്ചർ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയ അനുജന്മാരെ, അനുജത്തികളെ, ഇപ്പൊ എത്രാമത്തെ ദിവസമായി സ്കൂൾ വന്നിട്ട്? 3 ദിവസമായില്ലേ? പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ? 10ാം ക്ലാസ് എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിട്ടോ ടീച്ചർമാരൊക്കെ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങള് എൻജോയ് ചെയ്ത് പഠിച്ചാൽ മതി. പഠിക്കേണ്ടപ്പോ പഠിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇന്നലെ കുറിച്ചോർത്ത് ദുഃഖിക്കണ്ട, നാളെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടുകയും വേണ്ട. ഇന്നിന്റെ മഹത്വത്തിൽ, ഇന്നിന്റെ ആസ്വാദനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും മനോഹരമായി തീരും. അപ്പൊ നിങ്ങളെല്ലാവരും പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കുന്ന എത്ര പേരുടെ കൈ നോക്കിയേ? ആ പുറകിലിരിക്കുന്ന, ഏറ്റവും പുറകിലിരിക്കുന്നവന്മാര് ഇവിടെ നോക്കിയേ. അവിടെ വർത്താനം പറയുന്നവര് പത്രം വായിക്കുന്നവരാരെങ്കിലും കൈ നോക്കാൻ നോക്കിയേ. പത്രം വായിക്കുന്നവര് നോക്കട്ടെ, ധൈര്യമുള്ളവരാരെങ്കിലും നോക്കട്ടെ. അപ്പൊ ഈ സ്കൂളിൽ ആർക്കും ധൈര്യമില്ലെന്ന് ഞാൻ അനുമാനിക്കാം കേട്ടോ. പത്രം വായിക്കാറില്ല ആരും അല്ലെ? മൊബൈലിലാണ് ന്യൂസും കാണുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? കുറെ പേര് കേട്ടിട്ടുണ്ട്, കുറെ പേര് കേട്ടിട്ടില്ല. ഈ തൂഫാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി നാമപദമാണ്. തൂഫാന്റെ അർത്ഥം എന്നാണെന്നറിയോ? അറിയത്തില്ല. കൊടുങ്കാറ്റ് എന്നാണ് തൂഫാന്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചിത്രങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലഹരി എന്ന് പറയുന്ന മാരക വിഷത്തെ ചുഴറ്റി എറിയുന്ന ചുഴലിക്കാറ്റായിട്ട് ഒരു നാമമാണ് തൂഫാൻ. കാരണം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നിടത്ത് സിഗരറ്റായിട്ടും മദ്യമായിട്ടും മാത്രമല്ല, അതിനു പുറമെയുള്ള MDMA ആയിട്ടും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നു. നിങ്ങൾ വളർന്നു വരുന്ന മക്കളാ 15 വയസ്സിൽ ഇവർക്കുണ്ടാവും. 15 വയസ്സ് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കുറെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തരും. ചെറിയൊരു മുട്ടായി കടന്നസായിരിക്കും കൊണ്ട് തരുന്നത്. പക്ഷെ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാതായി വരുന്നൊരു സാഹചര്യം. ഞാൻ തൃശ്ശൂരിൽ അങ്ങോട്ട് വന്നേ. തൃശ്ശൂര് പോലുള്ളവരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവില്ലേ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുമെന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് വലുതായി തീരുമ്പോൾ എന്താണ് ആഗ്രഹം? ഓൻ പറഞ്ഞേ
പറഞ്ഞോ, ധൈര്യത്തിൽ പറ. പറഞ്ഞോ, ധൈര്യത്തിൽ പറഞ്ഞോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഉപകാരമായ രീതിയിൽ മാത്രം ഉപയോഗിക്കും. അതിന്റെ കൂടുതൽ സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ സാധനമാണ് ഡിപ്രസൻസ്. നമ്മുടെ മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുന്നതിന് പകരം തളർത്തി കളയുന്ന സാധനം. അതെന്താണ്? ഒന്ന് മദ്യം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പാമ്പിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പാമ്പ് എഴഞ്ഞു പോകുന്ന പാമ്പ്, ഇത് 4 കാലയിൽ പോകുന്ന പാമ്പിനെ കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ അവസ്ഥ എന്നാ ഞാൻ പറയുന്നത്. അപ്പം ഈ മസ്തിഷ്കം ഉറങ്ങിക്കഴിയുമ്പോൾ, ഉത്തേജനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ വേറെ ലോകം. ഇതാണ് മദ്യം. ഒന്നാമത്തെ. 2, അതിൽ തന്നെ ബിയറുണ്ട്, വൈനുണ്ട്, പിന്നെ മെയിൻ കാര്യം. ഇപ്പൊ നിങ്ങൾ വളർന്നൊരു തലമുറയാണ്. അപ്പൊ നിങ്ങളോട് പറയും, നിങ്ങൾ മദ്യം ഉപയോഗിക്കണ്ട, ഇന്ന് ബിയർ അടിച്ചു പോയി. ഇങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടോളൂ, കൈവയ്ക്ക്. ഒരാൾ കൈവക്കത്തില്ല. അപ്പോ ബിയർ അടിച്ചു നോക്കാൻ പറയും. ഈ ബിയർ ആയിരിക്കും. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.